ഉണ്ടാകും. ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നീതിയാണ്. സമ്പത്തില്ലെങ്കിൽ സഹിക്കാം, ദാരിദ്ര്യമുണ്ടെങ്കിൽ സഹിക്കാം, രോഗമുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമെന്നാൽ ഒരാളോട് അനീതി ചെയ്യപ്പെട്ടാൽ, അതിക്രമം ചെയ്യപ്പെട്ടാൽ, മനുഷ്യൻ്റെ വികാരം വ്രണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്, ഒരാളും ഒരാളുടെയും ഹക്ക് അതിക്രമിച്ചെടുക്കരുത്. ഒരാളും ഒരാളുടേതും എൻ്റേതാണെന്ന് പറഞ്ഞ് സ്വന്തത്തിലേക്ക് വലിച്ചെടുക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. മൻ അൻ വഹാത്തിൻ, എനിക്ക് വേണം എന്ന് അന്യായമായത്, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും, മൻ അൻ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതും, രണ്ടും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ട, ഒരിക്കലും ചെയ്യരുതേ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയം ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ പകുതി ഭാഗം ചർച്ച ചെയ്തു വെച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ ഒന്നുകൂടെ ആഴത്തിലേക്ക് കുറച്ചുകൂടെ ഭാഗങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്കെതിരെ കേസുകളും പരാതികളും പെറ്റീഷനുകളും, മനുഷ്യർക്കെതിരെ അതിക്രമങ്ങളായിട്ടും ആരോപണങ്ങളായിട്ടും മനുഷ്യ മനസ്സുകൾക്ക് വ്രണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മുറിവ് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിന് റഹ്മത്തായി വന്ന ഒരു റസൂലിൻ്റെ ഉമ്മത്തികളല്ലയോ നമ്മൾ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പൊന്നാര നബിയേ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്തെ സർവർക്കും റഹ്മത്താണ് റസൂലേ. ജീവജാലങ്ങൾക്ക് റഹ്മത്താണ്, ജന്തുക്കൾക്ക് റഹ്മത്താണ്, ഈ പ്രകൃതിക്ക് റഹ്മത്താണ്, സർവ മനുഷ്യർക്കും അനുഗ്രഹമാണ് നബിയേ. അങ്ങനത്തെ ഒരു സമൂഹം ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണ്. അപ്പോഴല്ലേ ഹബീബിൻ്റെ ഉമ്മത്തികളാവുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഒരു അഹ്ലുദ്ദിമ്മയെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യാത്ത, അവരോട് സമരസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു ദിമ്മിയായ മനുഷ്യനെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് മുസാലിമായി ജീവിക്കുന്ന, സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വഞ്ചിക്കുകയാണെങ്കിൽ ശരിക്ക് ശ്രദ്ധിക്കണം. മുസ്ലിമല്ലാത്ത ഒരാളെ ഒരു മുസ്ലിം വഞ്ചിക്കുകയാണെങ്കിൽ, അമുസ്ലിമായ തൻ്റെ മുതലാളിയുടെ സമ്പത്ത്, തൻ്റെ ശമ്പളം പറ്റുന്നതിന് പകരം തൻ്റെ ശമ്പളം അയാൾ തരുന്നത് എടുക്കാം. അയാൾ തന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല, അയാൾ സമ്മതിച്ചെങ്കിലേ അത് എടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതം. നിങ്ങളാരെങ്കിലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരനെ വഞ്ചിക്കുകയാണെങ്കിൽ, അന ഖസ്മുഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ മുസ്ലിമിനെതിരായി ഞാൻ അമുസ്ലിമിൻ്റെ പക്ഷത്ത് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അമുസ്ലിമിൻ്റെ കൂടെയായിരിക്കും ഉണ്ടാവുക, അമുസ്ലിമിനെ നിങ്ങൾ വഞ്ചിച്ചാൽ. ഇത് പറഞ്ഞ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിലെ ആളുകൾ പരസ്പരം എത്രയധികം ശ്രദ്ധിക്കേണ്ടവരാണ്. സ്വന്തം അയൽവാസിക്ക് നടന്നു പോകാൻ, ഒരു വാഹനം കൊണ്ടുപോകാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സമ്പത്ത് പറഞ്ഞിട്ട് മാർക്കറ്റ് വാല്യൂവിനേക്കാളും 10, 20, 100 ഇരട്ടി വില പറഞ്ഞിട്ടൊരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരാൾക്ക് വഴി നടക്കാൻ, ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒരു വഴിയില്ലാതെ വരുമ്പോൾ ഒരു വഴി തരണേ എന്ന് എത്രയോ സമ്പത്തുള്ളൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഞാനത് തരില്ലെന്ന ഭാവേന തൻ്റെ സഹോദരനോടൊരു ദയാവായ്പ പോലും കാണിക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ എങ്ങനെ ഹബീബിൻ്റെ ഉമ്മത്തികളിൽ പെടും? നമ്മൾ ആലോചിച്ചു നോക്കി. ലാ ളററ വലാ ളിറാർ, ഇത് ദീനിൻ്റെ ഒരു ഖാഇദയാണ്. മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ജൂറിസ്റ്റുകൾ, മസ്അലകൾ, പുതുതായ വിഷയങ്ങളിൽ പല മസ്അലകളും വരുമ്പോൾ അതിനാധാരമാകുന്ന ഒരു ഖാഇദ ലാ ളററ വലാ ളിറാർ എന്ന ഹദീസാണ്. നിങ്ങളാരും ബുദ്ധിമുട്ടാവരുത്, നിങ്ങളാരും ആരെയും ബുദ്ധിമുട്ടാക്കുകയും അരുത്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട,
നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യാൻ പാടില്ല. ലാ ളററ വലാ ളിറാർ. അങ്ങനെയാണെങ്കിൽ കോടതികളുടെ വരാന്തകളിൽ അന്യായമായ കേസുകളുടെ പേരിൽ എത്ര വർഷങ്ങളാണ് മനുഷ്യർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു. നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു, സമ്പത്തെറിഞ്ഞുകൊടുത്തിട്ട് അന്യായമായും ചില ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ ഇസ്സത്തും ഹനിക്കാൻ വേണ്ടി എത്രയെത്ര കേസുകളാണ് നമ്മുടെ കോടതികളുടെ ഫയലുകളിൽ കിടക്കുന്നത്. അതിലേറിയ കൂറും പച്ച നുണകളാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം വിശ്വാസികത ചെയ്യാൻ പറ്റുമോ? വിവാഹം വേർപിരിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവിടെ ത്വലാഖ് സംഭവിക്കുമ്പോൾ, അത് അല്ലാഹു നിശ്ചയിച്ചൊരു വഴിയാണ്. ഒരുമിച്ച് രണ്ടുപേർക്കും പോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടുകാർക്കിടയിൽ മസ്ലഹത്തിൻ്റെ ചർച്ചകൾ നടന്നിട്ട് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ യുഫ്ഖില്ലാഹു ബൈനഹുമാ, മസ്ലഹത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യും. അതല്ലെങ്കിൽ ഫസർരിഹുന്ന സറാഹൻ ജമീലാ, അവർക്ക് വേർപിരിയേണ്ടി വരും. അങ്ങനെ വേർപിരിയുമ്പോഴേക്കും തൻ്റെ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചുവെന്ന് പച്ചപ്പാവമായ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു. എന്തിന്? ഒന്നും ചെയ്യാതെ ആ പെണ്ണിനെ സഹിച്ചു കൊണ്ട് നടന്നിട്ട് പോലും ഒരു അപശബ്ദം പോലും ഒരു ഒച്ച വെച്ച് സംസാരം പോലും ചെയ്യാത്ത ചില ചെറുപ്പക്കാർക്കെതിരെ പോലും അവരുടെ ഭാര്യമാർ കേസ് കൊടുക്കുന്നു. എന്ത് പീഡനം! ആരൊക്കെ പീഡനം! സ്വന്തം അമ്മായിമ്മ, ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അമ്മായിമ്മ, ബെഡിൽ കിടക്കുന്ന വല്യപ്പ, ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടപരിഹാരം വേണം. അതുമാത്രമല്ല, വിവാഹം കഴിയുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്ര ചെറുതാണെങ്കിലും വലിയൊരു എണ്ണം പറഞ്ഞ്, വലിയൊരു ഒരളവ് പറഞ്ഞ് അത്ര എൻ്റെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു എന്ന് പറയുന്നു. തെളിവുകളുണ്ടോ? അവളുടെ വാക്കല്ലാതെ എന്ത്? എന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും ജീവിതകാലത്ത് സമ്പാദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത അത്ര വിധം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അന്യായമായി സ്വന്തം വക്കീലിൻ്റെ നാവിൻ്റെ വഴവഴപ്പ് കൊണ്ടോ തൻ്റെ വക്കീലിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടോ അന്യായമായും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് പിടിച്ചടക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാളപ്പെടലുകൾ, അത്തരം ആളുകൾക്ക് എന്ത് നിസ്കാരം, എന്ത് ഉംറ, എന്ത് ഹജ്ജ്, എന്ത് ഫലമാണിതുകൊണ്ടൊക്കെ? ഹുഖൂഖുന്നാസ്, അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിൽ 3 ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു തെറ്റുണ്ട്, അശ്ശിർക്കു ബില്ലാഹ്. അത് തൗബ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കൂ. തൗബ ചെയ്താൽ അതും അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെയുണ്ട് മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ. മനുഷ്യരും തമ്മിൽ ഇടപാടുകൾ. നിങ്ങൾക്ക് വാങ്ങിച്ചും കൊടുത്തും, വായ്പ വാങ്ങിയിട്ടും അല്ലാതെയും നിങ്ങൾ ഇടപാടുകൾ നടത്തിയത്, അതാ മനുഷ്യരുമായി തീർക്കേണ്ട പ്രശ്നമാണ്. അള്ളാഹു പൊറുക്കില്ല, അവര് പുറത്തു തരുന്നത് വരെ. 3-ാമത്തേത്, നിങ്ങളും അള്ളാഹും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ നിസ്കാരം ഖളാ ആയത്, നിങ്ങൾ നുണ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് സംഭവിച്ചു പോയ തെറ്റുകള്, ഒരു മനുഷ്യനെ അവരുടെ ഹക്കുകളെ ബന്ധിക്കാത്ത, നിങ്ങളും പടച്ചവനും തമ്മിൽ മാത്രമുള്ള വിഷയങ്ങൾ, നിങ്ങൾ റമളാനിലെ നോമ്പിനെ നശിപ്പിച്ചത്, നിങ്ങളുടെ ഇബാദത്തിൽ അപാകതകൾ വന്നത്, ശരിക്കും ഒളു കൊടുക്കാതെ നിസ്കരിച്ചത്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ ഇബാദത്തിൽ വരുന്ന തകരാറുകൾ, ഇത് നിങ്ങളും പടച്ചവനും തമ്മിലാണ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. അല്ലാഹു മാപ്പ് തരാം. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹുവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട്. അത് പക്ഷേ മനുഷ്യർക്കും പടച്ചവനും തമ്മിലുള്ള പ്രശ്നമാകയാൽ അത് എളുപ്പമാണ്. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. ഈ തെറ്റുകളിൽ ഏറ്റവും ഗുരുതരമായത് മനുഷ്യനെയും ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. അതിൽ വലിയൊരളവോളം കേസ് കൊടുക്കലുകളാണ്. അത് ചെറിയ പരാതികൾ മുതൽ വലിയ കേസുകൾ വരെ, ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അടക്കമുള്ള കേസുകൾ.
അന്യായമായും നിങ്ങൾ ആരും ആരുടേതും ദുന്യാവിൽ വാക്സാമർത്ഥ്യം കൊണ്ടോ തൻ്റെ വക്കീലിൻ്റെ കഴിവ് കൊണ്ടോ നിങ്ങളുടേതല്ലാത്തത് നിങ്ങളെങ്ങാനും വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് സ്വർണമാകാം, അതൊരു തുണ്ട് ഭൂമിയാവാം, നിങ്ങൾക്ക് ലഭിക്കുന്നത് സമ്പത്താകാം, ക്യാഷാകാം, എന്തു തന്നെയാണെങ്കിലും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ചില ആളുകളെക്കാൾ വാക്സാമർത്ഥ്യമുള്ള ആളുകൾ കാണും. അതുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് പരാതികളുമായി വരുമ്പോൾ നിങ്ങളുടെ സമർത്ഥനത്തിൻ്റെ കഴിവുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അന്യായവും നുണയുമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നമാ അന ബശറുൻ, ഞാൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ സമർത്ഥനം ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് ഞാനെങ്ങാനും നിങ്ങളുടെ സഹോദരൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് പതിച്ചു നൽകുകയാണെങ്കിൽ മനസ്സിലാക്കണേ, ഇന്നമാ യഖ്തതിഉ ജംറതൻ മിനന്നാർ, നരകത്തിൻ്റെ തീകഷ്ണമാണ് നിങ്ങൾ എന്നിൽ നിന്ന് കയ്യിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അന്യായങ്ങളായ ഏതെല്ലാം കേസുകളുണ്ടോ പിൻവലിക്കാൻ മുഅ്മിനായ മനുഷ്യൻ തയ്യാറാവണം. ഒരാളും ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുലൂക്ക് ഐനൽ മുതകബ്ബിറൂൻ, അധികാരം കൈയാളിയവരൊക്കെ എവിടെ? അഹങ്കാരികളായി നടന്നവരെവിടെ? രാജാക്കന്മാരെവിടെ? സ്വാധീനം എവിടെ? മന്ത്രിമാരെവിടെ പോയി? അവരുടെയൊക്കെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ വാരിക്കോരി നിങ്ങൾ കൂട്ടിവെച്ചു. ലിമനിൽ മുൽക്കുൽ യൗം മാലിക് യൗമിദ്ദീൻ, ഓരോ ദിവസവും 17 തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നേരത്തെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തല്ലേ ഇത്? 17 തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നുണ്ടത്. മാലിക് യൗമിദ്ദീൻ, പരമമായ നീതി നടപ്പാക്കപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനെ അല്ലാഹുവേ. ഈ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മനുഷ്യനോട് അന്യായം പെരുമാറാൻ തയ്യാറാകുമോ? മാലിക് യൗമിദ്ദീൻ, ആ മാലിക്കായ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ പടച്ചതമ്പുരാൻ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കൊമ്പുണ്ടായിരുന്ന ആട്, കർണ ആയ ആട്, കൊമ്പില്ലാതിരുന്ന അജ്മ ആയ ഒരു ആടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തുകൊണ്ട് കൊമ്പുണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പ് എടുത്തു കളഞ്ഞിട്ട് ആ ആടിൽ നിന്ന് ആടിനോട് പ്രതികാരമെടുക്കാൻ അല്ലാഹു പറയുകയും ثم يقول لهن كوني ترابا, ഇനി മണ്ണായി പോയിക്കോളൂ എന്ന് ജന്തുജാലങ്ങളോട് പോലും നീതി നടപ്പാക്കുന്ന റബ്ബാണ് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് മാലിക് യൗമിദ്ദീനാണ്. ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത്. നമ്മുടേതല്ലാത്തത് എന്തിന് നമ്മൾ അവകാശം പറയണം? മറ്റുള്ളവന്റെ അവകാശം നമ്മൾ എന്തിന് പിടിച്ചു വെക്കണം? നമ്മൾ പിടിച്ചു വെച്ചാൽ അല്ലാഹു ഗസ്ബൻ അന്നാ വഅലാ റഗ്മി ഉനൂഫിനാ, നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിലും അല്ലാഹുവിനത് പിടിച്ച് പറിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. അങ്ങനത്തെ ഒരു ദിവസത്തെ കാത്തിരിക്കുകയാണ് നമ്മൾ. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ഈ ഉമ്മത്ത് നീതിയുടെ ഉമ്മത്താണ്. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹബീബാ നബി തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബി തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ലാ തഖൂമുസ് സാഅ ഇല്ലാ വറൂമു അക്തറുൻ നാസ്. ലാ തഖൂമുസ് സാഅ, ലോകാവസാനം നടക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം കുറിക്കുമ്പോൾ റോമക്കാർ, അതായത് യൂറോപ്യന്മാർ ലോകത്തിന്റെ മുൻനിരയിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ലാ തഖൂമുസ് സാഅ ഇല്ലാ വറൂം അക്തറുന്നാസ്. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്യനാണ്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് പഴയകാലത്തെ കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഭൂമിയുടെ അതിർത്തി വെച്ച് നോക്കിയാൽ യൂറോപ്പിൻ്റെ ഭാഗമാണ്. പുറത്ത് ഏഷ്യയുടെ ഭാഗമുണ്ട്, അനാഡോളു എന്ന് പറയുന്ന ഏഷ്യയുടെ ഭാഗമുണ്ട് തുർക്കിക്ക്. പക്ഷേ വലിയൊരു ഭാഗം ഇപ്പുറത്ത് യൂറോപ്പിൻ്റെതാണ്. യൂറോപ്പിൻ്റെ സൈഡിലാണ് ഇന്നത്തെ തുർക്കിയുടെ അതാതുർക്ക് എയർപോർട്ട് കിടക്കുന്നത്. അതൊക്കെ യൂറോപ്യൻ ഭാഗമാണ്. പക്ഷെ വിസ വേണ്ടാതെ പോകാൻ പറ്റുന്ന യൂറോപ്പാണ്. ഷെങ്കൻ വിസ ആവശ്യമില്ലാത്ത യൂറോപ്പാണ് യൂറോപ്പിൻ്റെ ഭാഗമായ ജിയോഗ്രഫിക്കലി പാർട്ട് ഓഫ് യൂറോപ്പ്, ബട്ട് നോട്ട് ദ യൂറോപ്യൻ കൺട്രി തുർക്കി. അന്ന് റോം എന്നൊക്കെ പറയുന്നത് തുർക്കിയെക്കുറിച്ചാണ്. തുർക്കി എന്ന് പറയുന്നത് വിശുദ്ധ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ഭാഷയിൽ റോം എന്നാണ് പറയുക. റൂം, സൂറത്തുർ റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ് ആ വാക്കിനർത്ഥം. യൂറോപ്യന്മാർ. പുന്നാര നിബിധങ്ങൾ പറയാ, ലോകാവസാനം വരുമ്പോൾ യൂറോപ്യരായിരിക്കും ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതൊരു ഹദീസാണ്. വലിയൊരു അത്ഭുതമാണത്. എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ, സയൻസിൽ, ടെക്നോളജിയിൽ, ആസ്ട്രോണമിയിൽ, സമുദ്ര ഓഷ്യാനോഗ്രഫിയിൽ ലോകത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഏവിയേഷൻ ഇൻഡസ്ട്രി, ഏതെല്ലാം തരത്തിലുള്ള ലോകത്തെ വലിയ വലിയ ശാസ്ത്രശാഖകളുണ്ടോ അതൊക്കെ യൂറോപ്യരായിരിക്കും അതിൻ്റെ മുൻനിരയിലുണ്ടാവുക. അത് ഹദീസാണ്. ഖിയാമത്ത് നാളാകും അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ, അല്ലേ? പടച്ചതമ്പുരാൻ 3 എണ്ണമാണ് എന്ന് വിശ്വസിക്കുന്ന, ആ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ. പക്ഷേ അവർക്ക് അള്ളാഹു ഈ ലോകത്ത് അള്ളാഹു റഹ്മാനാണ്. വഴിപ്പെട്ടവരെയും വഴിപ്പെടാത്തവരെയും അള്ളാഹു റഹ്മത്ത് ചെയ്യുന്ന ഈ ലോകത്ത്, പരലോകത്ത് റഹീമാണ്, മുഅ്മിനീങ്ങളെ മാത്രം. അങ്ങനത്തെ റബ്ബ് പടച്ചതമ്പുരാനെ വിശ്വസിക്കാത്ത എത്രയോ ആളുകളുള്ളൊരു ലോകത്ത് ടെക്നോളജിയും സയൻസും ബുദ്ധിയും കഴിവും എല്ലാം കൊടുത്ത് പടച്ചതമ്പുരാൻ ഈ ലോകത്തവരോട് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. സ്വഹാബികൾ പറയുകയാണ്, സ്വഹാബികൾ പറഞ്ഞു, ഹബീബായ നബിയേ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ. ലാ തഖൂമുസ് സാഇ ഇല്ലാ വറൂമു അക്തറുന്നാസ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബികൾ ചോദിച്ചു, അഅൻത സമിഅ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നത് അംർ ഇബ്നുൽ ആസ് തങ്ങളെ നിങ്ങൾ നേരിട്ട് കേട്ടതാണോ? ഖാല അജൽ, അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വഹാബി ചോദിച്ചു അംർ ഇബ്നുൽ ആസ് തങ്ങളോട്, എന്തുകൊണ്ട്? സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണത്. എന്തുകൊണ്ടാണ് യൂറോപ്യർ ലോകത്ത് മുന്നിൽ വരുന്നത്? ലിഅർബഇ സിഫാത്തിൻ, 4 ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൽ 5ാമത്തെ ഒരു ഗുണം, വഖാമിസു ഖംസത്തിൻ അംനഉഹും മിൻ ദുൽമിൽ മുലൂക്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ മിസ്കീന്മാരോട് കരുണയുള്ളവരായിരിക്കും അവര്. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നവരാണവർ. ഒരു പ്രതിസന്ധി നടക്കുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്നറിയുന്നവരാണവർ. ഇതൊക്കെ പറഞ്ഞിട്ട് 4ാമത്തേത് പറഞ്ഞു, ഫഇന്നഹും അംനഉഹും മിൻ ദുൽമിൽ മുലൂക്. അവരുടെ ഭരണാധികാരികൾ ദുൽമ് ചെയ്താൽ, അനീതി ചെയ്താൽ, ആ അനീതിയെ പൊറുപ്പിക്കാത്തവരാണവർ. അനീതി ചെയ്താൽ they cannot tolerate injustice, they cannot tolerate oppression. ഒരിക്കലും അനീതിയെ സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് യൂറോപ്യർ. അതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ മുൻനിരയിൽ വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, അവർ യതീമുകളെയും മിസ്കീന്മാരെയും സഹായിക്കുന്നവരാണ്. ഇപ്പോൾ ലോകത്ത് വലിയ വലിയ ഇപ്പോൾ യൂണിസെഫ് അടക്കമുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇനീഷ്യേറ്റീവ്സ്, പിന്നെ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്, ലോകത്തെ വലിയ ചാരിറ്റി സംവിധാനമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ഉണ്ട്.
ഈ റെഡ് ക്രോസ് സൊസൈറ്റി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അത് വെള്ളപ്പൊക്കം ഉണ്ടായാലും ഭൂമി കുലുക്കുണ്ടെങ്കിലും യുദ്ധമാണെങ്കിലും ഗസയിൽ പോലും എത്രയോ യൂറോപ്യൻ സംഘടനകൾ തലയിലേക്ക് ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ആ ഇടങ്ങളിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ പോയിട്ടുണ്ട് അല്ലേ? നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എത്തുന്നതിൻ്റെ മുമ്പ് യൂറോപ്യരായ ആളുകൾ ഫലസ്തീനിൻ്റെ കൊടി പിടിച്ച് പുതച്ചിട്ട് ആ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത് അവരുടെ ഒരു ക്വാളിറ്റിയാണെന്ന് ആര് പറയാ? സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത് അവരിലെ മറ്റൊരു ഗുണം അംനഉഹും മിൻ ദുൽമിൽ മുലൂക്ക്. ഏത് സമൂഹത്തെക്കാളും നമ്മളൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ആളുകളാണ്, ഏഷ്യൻസാണ്. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുണ്ട്, ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളുണ്ട്. യൂറോപ്യരുണ്ട്, വെസ്റ്റേൺസ് ഉണ്ട്, ഓസ്ട്രേലിയൻസ് ഉണ്ട്. ലോകത്ത് പല ഭൂമിയുടെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഈ യൂറോപ്യരെ പോലെ അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകൾ വേറെ ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ കുറേയൊക്കെ സഹിച്ചു കൊണ്ടു നടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും അവരുടെ പ്രതിരോധം പോലെ ഒരു മനക്കരുത്ത്, അനീതിയെ വെച്ചുപുറപ്പിക്കില്ല. അത് ഭരണാധികാരിയാണെങ്കിൽ അവരെ പിടിച്ച് താഴെ ഇറക്കും. അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകളാണ് യൂറോപ്യർ. അതുകൊണ്ടാണ് ലോകാവസാനമാകുമ്പോൾ അവർ സമൂഹങ്ങളുടെ മുൻനിരയിൽ വരുന്നത് എന്ന് മഹാനായ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. മഹാനായ സ്വഹാബി അവറുകൾ പറയുന്ന വാക്കാണത്. എന്തുകൊണ്ടെന്നറിയോ? ഈ ഹബീബിൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനാണ്. ഹബീബിൻ്റെ ഉമ്മത്ത് ഇവിടെ പഠിക്കണം. ഹബീബിൻ്റെ ഉമ്മത്ത് നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ട ആളുകളാണ്. അവരുടെ വീടിൽ, അവരുടെ നാടിൽ, അവരുടെ മഹല്ലുകളിൽ, അവരുടെ മസ്ജിദിനകത്ത്, അവരുടെ മദ്രസക്കുള്ളിൽ, അവരുടെ നിത്യജീവിതത്തിൽ, കൂട്ടുകാരോടുള്ള ജീവിതത്തിൽ ഒക്കെ നീതിയുടെ പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ. അത് പഠിപ്പിക്കാൻ വന്നവരാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم يخافون أن يحيف الله عليهم ورسوله. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലാഹുവും അവൻ്റെ റസൂലും നിങ്ങളോട്, മനുഷ്യരോട് അനീതി ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇസ്ലാമിക സമൂഹത്തിനിടയിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്ന ആദ്യത്തെ ബിദ്അത്തിന്റെ ശബ്ദമായിരുന്നു ഖവാരിജുകളുടെ പുറപ്പെടല്. ആ ഖവാരിജുകളുടെ നേതാവിൻ്റെ ഒരു വിഷയം പരിശുദ്ധ ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹുവിൻ്റെ റസൂലിനോട് മുഹമ്മദ് നബിയെ, നിങ്ങൾ നീതി പാലിക്കണമെന്ന് ലോകത്തെ നീതി പഠിപ്പിക്കാൻ വന്ന ഗുരുവിനോട്, അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഈ ഖവാരിജുകളുടെ നേതാവ് പറഞ്ഞതേടം മുതലാണ് ആ മനുഷ്യന്റെ പരമ്പരയിൽ വന്ന ആളുകളിൽ ശുഉമുണ്ടായത്, അവലക്ഷണമുണ്ടായത്, പരാജയങ്ങൾ കണ്ടുവന്നത്. ഹബീബാ നബി തങ്ങൾ യുദ്ധമുതലുകൾ ഓഹരി വെച്ചു കൊടുക്കുമ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു, യാ മുഹമ്മദ്, ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലല്ലോ ഈ വിതരണം ചെയ്യുന്നത് എന്ന് മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ക്ഷമയോടുകൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക? എന്നിട്ടൊരു വാക്ക് ഹബീബ് പറഞ്ഞു, റഹിമല്ലാഹു അഖീ മൂസ. എൻ്റെ സഹോദരൻ മൂസ നബിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലഖദ് സ്വബറ അലാ ശദ്ദ മിൻ ഹാദാ. ഞാൻ ഈ കേട്ടതിനേക്കാളും എത്രയോ പ്രയാസമുള്ള വാക്കുകൾ എൻ്റെ സഹോദരൻ മൂസ നബിക്ക് കേൾക്കേണ്ടി വന്നുവല്ലോ. എൻ്റെ പ്രവാചകനായ എൻ്റെ സഹോദരനായ മൂസ നബിയെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ
إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون فإن حزب الله هم الغالبون. മനുഷ്യരുടെ സത്യവിശ്വാസികളുടെ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹും റസൂലും മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളുടെ വലിയുകളാണ്. അല്ലദീന യുഖീമൂനസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ, വയുഅ്തൂന സകാത്ത് നൽകുന്ന മുഅ്മിനീങ്ങൾ, വഹും റാക്കിഊൻ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി നിലകൊള്ളുന്ന സജ്ജനങ്ങളായ മനുഷ്യർ. ആ മനുഷ്യർ മുഅ്മിനീങ്ങൾക്ക് സഹായികളാണ്. മുഅ്മിനീങ്ങൾക്ക് സഹായികളാണ്. മുഅ്മിനീങ്ങളായ ആളുകളുടെ കൈകാര്യകർത്തൃത്വം അല്ലാഹു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനാവശ്യമായി ശിർക്കും കുഫറൊക്കെ ആരോപണങ്ങൾ നടക്കുമ്പോൾ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്തുകളുടെ ഉത്സാരങ്ങളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ കുറേയേറെ അവ്യക്തതകൾ മാറിക്കിട്ടും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂൽ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ആഴത്തിൽ കിടക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലു മനുഷ്യരുടെ സമാധാനത്തിന് എന്തൊക്കെയാണോ വേണ്ടത്, ആ വേണ്ടതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങള്, അനുഷ്ഠാനങ്ങള്, ആചാരങ്ങള് എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എല്ലാം നമ്മളെ പഠിപ്പിച്ചു ഒന്നൊന്നായിട്ട്. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെ സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും നീതി വേണം. എല്ലാവരും നീതിയുടെ പാഠം പഠിക്കണം. ഹബീബിന്റെ അനുയായികളായ ഖലീഫമാർ ലോകത്തിന് നീതി നടപ്പാക്കി കൊടുത്ത ആളുകളാണ്. അതും രാജ്യങ്ങൾ അവരുടെ കീഴിൽ, അവരുടെ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ, ഒരു രാജ്യമല്ല, ഒരു മഹല്ലല്ല, ഒരു സംസ്ഥാനമല്ല, സംസ്ഥാനങ്ങളല്ല, രാജ്യങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിയെ സംബന്ധിച്ചുള്ള ദീർഘമായ ഒരു കത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിരുന്ന മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് അയച്ചു കൊടുത്തത് നമ്മുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത അത്ഭുതമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഇങ്ങനെ, തങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ അത് ഉമറായിരുന്നേനെ എന്ന്. വലാകില്ല നബിയ ബഅദി, പക്ഷെ എൻ്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല. അങ്ങനത്തെ വാക്കുകൾ ഉമർ തങ്ങളുടെ വായിലൂടെ ഇങ്ങനെ വരും. മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ വമിൻഹും ഉമർ. എൻ്റെ സമൂഹത്തിൽ അല്ലാഹു നേരിട്ട് ഇൽമു കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളാൽ ഇൽമു ലഭിക്കുന്ന ആളുകളുണ്ട്, ഇൽഹാമിലൂടെ കിട്ടുന്നവരുണ്ട്, ലദുന്നിയ ഇൽമു ലഭിക്കുന്നവരുണ്ട്. അവരിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാൻ അബൂ മൂസൽ അശ്അരി തങ്ങൾക്ക്, അബൂ മൂസൽ അശ്അരി തങ്ങൾ യമനിയാണ്. ഹബീബായ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ്. നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന കുടുംബമാണ് അശ്അരികൾ. യമനിൽ നിന്ന് ഹിജറ ചെയ്തു വന്നവരാണ്. യമനിൽ നിന്ന് അബൂ മൂസൽ അശ്അരി തങ്ങളും സംഘവും എത്യോപ്യയിലേക്ക് പോയി. അവിടേക്ക് ഹിജറ പോയ സ്വഹാബിമാരെ കണ്ടു. അവരോടൊപ്പം മദീനയിലേക്ക് വീണ്ടും പലായനം ചെയ്തു. അങ്ങനത്തെ രണ്ട് ഹിജറ, യമനിൽ നിന്ന് ഹബശയിലേക്ക്, ഹബശയിൽ നിന്ന് മദീനയിലേക്ക്, അങ്ങനെ ഒരു രണ്ട് യാത്രകൾ ചെയ്ത മഹാന്മാരാണ് അശ്അരികളായ യമനികൾ. അവരുടെ നേതാവാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ കാലം, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അതുകൊണ്ട് അബൂ മൂസൽ അശ്അരി തങ്ങളോട് പറഞ്ഞു, ആസി ബൈനൻ നാസി ഫീ മജ്ലിസിക്. അംർ ബിൻ ആസ്, നിങ്ങളുടെ മജ്ലിസിൽ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കണം. നിങ്ങളുടെ മജ്ലിസ്
It should be the place of peace and tranquility. സമാധാനവും ശാന്തിയുമുള്ള മജ്ലിസാകണം നിങ്ങൾ ചെയർ ചെയ്യുന്ന, നിങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന സദസ്സ്. അബൂ മൂസ സമാധാനം കിട്ടുന്ന സദസ്സായിരിക്കണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. വവജിഹിക വഖളായിക, അബൂ മൂസ നിങ്ങളുടെ മുഖത്ത് സമാധാനം കാണണം. നിങ്ങളുടെ മുഖത്ത് സമാധാനം കാണണം. നമുക്കറിയോ, ഒരു മനുഷ്യന്റെ മുഖം, ആ മുഖം അള്ളാഹു തരുന്നതാ അല്ലേ? ആ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ വല്ല ചെലവുണ്ടോ? ഓരോ പുഞ്ചിരിയും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് 10 ആള് കണ്ടാൽ ആ 10 മുഅ്മിന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അതൊരു 100 ആളോട് നിങ്ങൾ പുഞ്ചിരിച്ചു, 100 ആൾക്ക് ദാനം ചെയ്ത കൂലിയാണ്. നമ്മൾ ഇങ്ങനെ പിശുക്കുന്ന ഒരു ഭാഗം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്വതക്ക അതും കൊടുക്കാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിച്ചാൽ സ്വതക്കയാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതഖ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോഴേ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനമാണ്. അതിനെന്തെന്നറിയോ? പൈസ കൊടുത്തവനൊക്കെ സന്തോഷം കിട്ടിയേക്കും അല്ലേ? ഇനി പൈസ കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു നല്ല ഒരു മുഖം, ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അത് സന്തോഷം തരുന്നില്ലേ? ഇല്ലേ? മനസ്സിന് കുളിർമ ലഭിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാദിയായ ടാഞ്ചിബിൾ, പൈസയോ സാധനമോ ഗിഫ്റ്റോ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഹബീബിന്റെ മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ മുഖത്ത് പുഞ്ചിരി കൊണ്ട് സ്വതക്ക ദാനം ചെയ്യേണ്ടവരാണ്. സ്വതക്ക ചെയ്യാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്തണ്ട. ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ, ഇനി മരിക്കോൾ എത്ര ദിവസം ഉണ്ടെന്ന് ബാക്കിയില്ല, നമുക്കറിയില്ല എത്രയാ ബാക്കിയുള്ളതെന്ന്. ആ ദിവസങ്ങൾ പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോളൂ. ദുന്യാവിൽ ടെൻഷനില്ലാത്ത ആരും ഉണ്ടാവില്ല, ദുന്യാവിൽ പ്രശ്നമില്ലാത്തവരാരാ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി നടന്ന മരിക്കണവരെ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞ സ്വതക്കിട്ടാൻ വല്ല വകുപ്പുണ്ടാവുമോ? നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എൻ്റെതായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ നാട്ടുകാരോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മുഖം കറുപ്പിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ കാണുന്ന ആളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഡിപ്രഷനായി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ, ദുഃഖിതനായി മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നവർക്ക് ഡിപ്രഷൻ അടിക്കുന്ന. നേരെ മറിച്ച് ഇന്ന് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, എന്ത് റാഹത്ത്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് റാഹത്തുള്ള ദിവസമാണ് എന്നൊരാൾ പറയുന്നതും, ഇന്ന് ഒരു കോണമല്ല ഇന്നത്തെ ദിവസം എന്നൊരാൾ പറയുന്നതും വ്യത്യാസമല്ലേ? ഈ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഉസ്താദെ എങ്ങനെ പറയണ്ട, ഒരാൾ അങ്ങനെ പറയും. ഇപ്പുറത്ത് എങ്ങനെയുണ്ട് ഉസ്താദെ? അൽഹംദുലില്ലാ. എന്താ നമുക്ക് എന്ത് കുറവാണുള്ളത് പറയുമ്പോൾ ഒരുപാട് പ്രശ്നമുള്ള ആളായിരിക്കും. ആ 2 മറുപടിയും നമ്മുടെ ജോലി ചെയ്യുന്ന എനർജിയെ വരെ ബാധിക്കുന്നതാണ്. ഒന്ന് ഉഷാറാക്കും, ഒന്ന് പിന്നെ ഞാനും ഇങ്ങനെ തന്നെ മതി എന്ന് തോന്നുന്നു. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ ഖാന വദ്ദാഅൻ, ഹബീബിന്റെ മുഖം എപ്പോഴും പ്രശോഭിതമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയാൻ, മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, ഞാൻ ഹബീബിനെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹബീബ് പുഞ്ചിരിച്ചതാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഹബീബ് അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് അബൂ മൂസ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മജ്ലിസ്, വഖളായിക, നിങ്ങളുടെ വിധികൾ എല്ലാം ജനങ്ങൾക്ക് സമാധാനം നൽകുന്നതാവണം. ആരാ പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർക്ക് അയക്കുന്ന കത്ത, നിങ്ങളുടെ മുഖം കണ്ടാൽ ജനങ്ങൾക്ക് സമാധാനം കാണണമെന്ന്. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ولا يمنعك قضاء قضيته فيه بالأمس فراجعت فيه نفسك فهديت فيه إلى رشدك أن ترجع إلى الحق. അബൂ മൂസ അശ്അരി, ഇന്നലെ നിങ്ങൾ വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, ആ വിധി തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ വിധി തെറ്റാണ് എന്ന് പറയാൻ സമ്മതിക്കാൻ അബൂ മൂസ നിങ്ങൾ മടി കാണിക്കരുതേ. നമ്മൾ പലരും അങ്ങനെയാ പറയാ,
ദേഷ്യപ്പെട്ടിട്ട് പറയേ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിച്ചു കൊടുക്കരുത് എന്ന്. യാ അല്ലാ, എന്ത് വർത്താനാണ് അതൊക്കെ? എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? ഞങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ഒന്ന് തിരുത്ത, ഞാൻ അപ്പം ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു വെറുപ്പോ ദേഷ്യമൊന്നും എനിക്ക് അയാളോടില്ല. തിരുത്തണം, മരണത്തിൻ്റെ മുമ്പ് തിരുത്തണം. വലിയ രസം എന്താണെന്നറിയോ? മയ്യത്ത് കൊണ്ടുവച്ചാൽ മെഹ്റാബിൻ്റെ മുമ്പിൽ ജനാസക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ ഓരോരുത്തരിങ്ങനെ പറയും, പഠിച്ചവനെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനാപ്പി മരിച്ചെടുക്കണത്. അയാൾ അങ്ങനെ പള്ളിക്ക് ആദ്യം വരുന്ന ആളെ ഹൗദ് ക്ലീനാക്കുന്ന ആളായിരുന്നു, മുക്രിക്കാനെ വിളിച്ചോണ്ടുന്ന ആളായിരുന്നു, ഏതൊരു കാര്യത്തിനും സഹായിക്കുന്ന ആളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ഈ നല്ല വർത്തമാനം ആ മയ്യത്തിനായി കിടക്കുന്ന മനുഷ്യനോട് പറയാറുണ്ടോ? അപ്പോഴല്ലേ ആ മനുഷ്യൻ അതുകൊണ്ട് കാര്യമുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോള എഴുതും, പിന്നെ സ്മരണിക, പിന്നെ അനുസ്മരണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ള് ഫിത്തിനെയാ പറയാം. മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആളെയ്ത്. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൂടെ? ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പറ്റി ഖൈർ പറയണ്ടേ? അവിടെ മുഖത്ത് നോക്കി പറയണ്ട, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? അതെന്തൊരു വലിയ നന്മയാണ്. ആരെയും മുന്നിലിരുത്തിയിട്ട് പുകഴ്ത്താൻ പാടില്ല എന്നാ. അത് നമ്മുടെ രീതിയല്ല. പക്ഷെ ഒരാളുടെ അയാളുടെ പ്രസൻസിലല്ല, പക്ഷെ അയാളെ കുറിച്ച് നല്ലത് പറയാം. അതയാൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, അറിഞ്ഞില്ല എന്ന് വരും. അറിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമായി എന്ന് വരും, സന്തോഷമായി എന്ന് വരും. അതൊന്നും പ്രശ്നമില്ല. അയാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ പുകഴ്ത്താൻ പാടില്ല. പക്ഷേ ഒരാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് അയാളെ പുകഴ്ത്തണമെന്ന, ഒരു മനുഷ്യന്റെ നന്മകൾ പറയണമെന്ന നമ്മുടെ ശരിയാത്ത് അങ്ങനെയാണ്. നമ്മളതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെയായിരുന്നു, അളിയൻ ഇങ്ങനെയായിരുന്നു, ഏട്ടമ്പതിയാപ്പിൾ എങ്ങനെയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പോയി പറയേ, ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സന്തോഷിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ, ആ രോഗി 10 കൊല്ലമായിട്ട് രോഗശൈലിയിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, പോയി നോക്കാതെ, ഒന്ന് സലാം പറയാതെ അയാൾ മരിച്ചു എന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്ത് വരും. എല്ലാവരും വരണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മുഖം കണ്ടാൽ അറിയുന്നൊരു സമയത്ത് ഇതിൽ എത്ര പേര് പോയി നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നമുക്കൊന്ന് ഇറങ്ങി നടക്കാനാവാതെ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരും, കൂടെ പഠിച്ചവരും, കൂടെ കളിച്ചവരും, കൂടെ ജോലി ചെയ്തവരും, കൂടെ നടന്നവരും ഒക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ആ രോഗി കിട്ടുന്ന വലിയൊരു സന്തോഷമല്ലേ? രോഗിയെ സന്ദർശിക്കൽ എത്ര വലിയ കൂലിയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തും, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലി, മരിച്ചിട്ടും ചെല്ലണം, പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴും ചെല്ലണം. ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇബാദത്ത് വേറെ ഇല്ല എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്ര വലുതാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുഅ്മിൻ, ഒരാൾക്ക് സന്തോഷം നൽകുന്നത് അത്രമേൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഉമർ തങ്ങൾ പറയാൻ, അബൂ മൂസ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിധി, നിങ്ങളുടെ വിധിന്യായം ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ മടിയുണ്ടാവരുതേ. പച്ചയിൽ എണീറ്റ് പറയണം, ഞാൻ പറഞ്ഞത് ശരിയല്ലായിരുന്നു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയണം. فإن الحق قديم لا ينقضه شيء. വല്ലാത്ത വാക്കാണ്. These words have to be written by a golden pen, golden ink. فإن الحق قديم, because the truth is ancient. സത്യം അതിപുരാതനമാണ്. ലാ യൻഖുദുഹു ഷൈഉൻ, nothing can nullify it. സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയൂല. സത്യം സത്യമാണ്. അത് ഇന്ന് നേരത്തെ പറഞ്ഞാൽ അത്രയും നല്ലത്. സത്യം മറച്ചു വെക്കരുത്. സത്യം ഏറ്റവും പഴയതാണ്. സത്യം അതിപുരാതനമാണ്. സത്യം എന്നെന്നും പഴക്കമുള്ളതാണ്. സത്യമാണ് എന്നും നിലനിൽക്കുന്നത്. ഇന്ന റുജൂഅ ലിൽ ഹഖ് ഇലൽ ഹഖ് ഖൈറുൻ മിനത് തമാദി ഫിൽ ബാത്തിൽ. ശരിക്കും മനസ്സിലാക്കേണ്ട വാക്കുകളാണിത്. ഉമർ തങ്ങളുടെ വാക്കാണ്. നബി തങ്ങൾ പറയാറില്ലേ, എൻ്റെ ഖുലഫാ ഉർ റാഷിദീങ്ങൾ പറയുന്നത് കേൾക്കണേന്ന്. ഞാൻ മരിച്ചാൽ, ഞാൻ വഫാത്തായാൽ എൻ്റെ ചര്യയും എൻ്റെ ഖുലഫാ ഉർ റാഷിദുകൾ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമെന്ന്. ആ ഖുലഫാ ഉർ റാഷിദിൽപ്പെട്ട മഹാന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നമുക്കറിയാലോ. മഹാനവറുകൾ പറയാണ്, വ ഇന്ന റുജൂഅ ഇലൽ ഹഖ് ഖൈറുൻ മിനത് തമാദി ഫിൽ ബാത്തിൽ. സത്യത്തിലേക്ക് തിരിച്ചു വരലാണ് നല്ലത്. തൻ്റെ മോശപ്പെട്ട നിലപാടുകളിൽ അള്ളിപ്പിടിച്ചു കൂടുന്നതിനേക്കാൾ, അത് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് സത്യത്തിലേക്ക് തിരിച്ചു വരലാണ്. അല്ലേ? നമുക്കൊക്കെ തെറ്റുപറ്റും. മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റുപറ്റും. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ?
മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്താൽ, അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു തെറ്റുപോലും അവരെന്ന് സംഭവിക്കാം. അതുകൊണ്ടൊന്നും അവർ ഈമാനിന് പുറത്തു പോണില്ല. അവർ മുദ്നിബീങ്ങളാണ്, തെറ്റ് സംഭവിച്ചു എന്നേ വരൂ. ഇൻഷാ ഗഫർ വ ഇൻഷാ അഅദബ്, അള്ളാഹുവിന് വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കാം. പക്ഷേ ഈ മുഅ്മിനീങ്ങളാണ്. ഈമാനെന്ന് പുറത്തു പോകുന്നുണ്ടോ? ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കുക, ഹദീത്ത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഹദീത്ത് ഇങ്ങനെ ശരിക്കും മലയാളത്തിലെ എൻ്റെ പരിഭാഷ ഇങ്ങനെ വായിച്ചാൽ ആൾ നേരെ നരകത്തിലേക്ക് പോകുന്നു തോന്നും. അതുകൊണ്ടാണ് ഫത്വ പറയൽ ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ. നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ആ ഹദീത്തിൻ്റെ സാരം വലിയൊരു നരകം പോലെയുള്ളൊരു ശിക്ഷ കിട്ടാൻ മാത്രം അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇതിനർത്ഥമല്ല. ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കണം, ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യാം, മഗ്ഫിറത്തിനെ ചോദിക്കാം, ഒക്കെ ചെയ്യാം. എന്തേ? ഈമാൻ ഉണ്ടായിരുന്നോ? ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ പുറത്തു പോവോ? ഈമാൻ പുറത്തു പോവില്ല. അങ്ങനെ പുറത്തു പോകുമെന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ അതിനൊക്കെ എതിരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ദലീലുകളാണ് ഈ പറയുന്നതൊക്കെ. തെറ്റ് ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഈമാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അവരുടെ ഖൽബിലുള്ള വിശ്വാസമാണ്. ചെയ്ത് തെറ്റായിരിക്കാം, മുഅ്മിനീങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ തൗബ ചെയ്യണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം, തത്വത്തിലേക്ക് തിരിച്ചു വരണം. والمسلمون عدول بعضهم على بعض إلا مجلودا في حد أو ضنينا في ولاء أو قرابة. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ മുസ്ലിമൂന ഉജൂലുൻ ബഅ്ദുഹും അലാ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സാക്ഷി പറയാൻ മാത്രം സത്യസന്ധതയുള്ളവരാണ്. എല്ലാ മുസ്ലിമും എല്ലാ മുഅ്മിനും അങ്ങനെയാണ്. ഇല്ലാ മജ്ലൂദൻ ഫീ ഹദ്ദിൻ, ഇസ്ലാമിൻ്റെ ഒരു ശിക്ഷ നടപ്പാക്കപ്പെട്ട ഒരാളൊഴികെ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനൊഴികെ, അല്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം സത്യസന്ധരാണ്, സാക്ഷി പറയാൻ പറ്റുന്നവരാണ്. വസ്സുൽഹു ജായിസും ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണം, അടി ഉണ്ടാക്കരുത്. അത് ഇബ്ലീസിൻ്റെ പണിയാണ്. നമ്മളും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ എഴുത്തിലൂടെയോ നമ്മുടെ വാക്കിലൂടെയോ ഒരു ഫിത്തിനുണ്ട്, ഒരു വെറുതെ ദേഷ്യം ഉണ്ടാക്കുന്ന വർത്താനം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന വർത്താനം പറയുക, ഇത് ശൈത്താനാണ്. മനുഷ്യരൂപത്തിലുള്ള ശൈത്താനുകളാണ്. ആ ശൈത്താനുകൾക്ക് പല അക്കൗണ്ടൊക്കെ ഉണ്ടാവും, ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അത് ശൈത്താൻ്റെ പണിയാണ്, നമ്മളിത് ചെയ്യരുത്. പിശാച്ചാണ് തമ്മിലടിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾ മസ്ലഹത്ത് ചെയ്യണം. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിരിക്കുക. നമ്മൾ ഏതോ വഴിക്ക് പോവുക, ഹദീസും ഖുർആനും വേറെ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. നമ്മൾ എവിടേക്കോ ചില അന്ധത ബാധിച്ച് ഈ ഹദീസൊന്നും ഓർമ്മല്ലാണ്ട് എവിടേക്കോ ഓടി നടക്കുകയാണ്. അങ്ങനെ ആവരുത്. വസ്സുൽഹു ബൈനൽ മുസ്ലിമീന ജായിസുൻ ഇല്ലാ സുൽഹൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാല. ഒരു ഹലാല് ഹറാമാക്കുകയോ ഒരു ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത്. അല്ലാത്ത എല്ലാ സുൽഹും നല്ലതാണ്, അതാണ് വേണ്ടത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവങ്ങൾ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ മുൻ സലഫ് സ്വാലിഹീങ്ങളിൽ. അതിൻ്റെയൊക്കെ ന്യായം എന്താന്ന് വെച്ചാൽ, തിന്മ ചെയ്ത ഒരാളും രക്ഷപ്പെടരുത്, നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടുകയും അരുത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അന്നത്തെ ഖലീഫയാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടു. ഒരു മനുഷ്യൻ കഴുത്തറുക്കപ്പെട്ട് മരിച്ചു കിടക്കുകയാണ്. പോലീസുകാരിങ്ങനെ കൊലയാളി ആരാണെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യനുണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അയാളുടെ കൈകളിൽ ചോരയുമുണ്ട്. പോലീസുകാർ വേമ്പൊക്കോല തെളിവും സാഹചര്യങ്ങളൊക്കെ ഇപ്പുറത്തൊരാൾ കഴുത്തിറക്കപ്പെട്ട് കിടക്കും ചെയ്യും, ഒരു കാട്ടുപന്തയിൽ കിടക്കുകയാണ്. അയാൾ ചോരയെ കുളിച്ച് കിടക്കണം, മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ കയ്യിൽ കത്തിയുണ്ട്, കൈകളിൽ ചോരപ്പാടുണ്ട്, അയാളവിടെ ഒരു പൊന്തക്കാടിനുള്ളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് കാണുന്നത്. പോലീസുകാർ ചോദിച്ചു,
നീയാണോ ഇയാളെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ 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 ഞാൻ തന്നെയാണ്. വാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് വന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധികൂർമ്മതയുള്ള സ്വഹാബിയാണ്. മിൻ അദ്ഖൽ അദ്ഖിയ, വലിയ ബുദ്ധി. ഹി വാസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ലല്ലോ ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഇവനല്ലല്ലോ കൊന്നത്, പിന്നെ എങ്ങനെ ഇവനാണെന്ന് പറയാം? അലി തങ്ങൾ പറഞ്ഞു, ബഗ്ദാദിലെ കൂഫയിലെ മഹാനവറുകളുടെ ഖിലാഫത്തിന്റെ കാലമാണ്. കൂഫയിലെ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളെയും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞിനെ വിടാതെ ആ ടൗണിലുള്ള മുഴുവൻ ആളുകളെയും അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പോലീസുകാരോട്. എല്ലാവരും കൊണ്ടുവന്നു. അതിൽ ഒരാള് സ്പീഡിൽ നടക്കുന്നത് കണ്ടു അലി റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ ബുദ്ധി നോക്കണം. അപ്പൊ അലിയാര് തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വേദിയിലേക്ക് കയറാൻ ഇവിടെ കുറച്ച് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലേ, അതുപോലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത് എല്ലാവരോടും കയറാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യൻ, ഈ മഹാനായ അലി തങ്ങൾ നോട്ട് ചെയ്ത മനുഷ്യൻ മാത്രം കയറുമ്പോൾ 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. ഭയങ്കര സ്പീഡാണ്. അലി തങ്ങൾ പറഞ്ഞു, ഇവിടെ വാന്ന് പറഞ്ഞു. അലി തങ്ങൾക്ക് ചില സിഗ്നലുകൾ അല്ലാഹു നൽകുകയാണ്. സത്യം പറയുന്നു, നീയല്ലേ ആ മനുഷ്യനെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ, ഞാനാണ്. എവിടുന്ന പിടിച്ചെന്നറിയോ? സ്റ്റെപ്പ് ചാടിപ്പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ചവിട്ടി പോകേണ്ടതിന് പകരം 2 സ്റ്റെപ്പ് ചാടിക്കിടന്ന്, 2 സ്റ്റെപ്പ് ചാടിക്കിടക്കല ഹറാമാണെന്നൊന്നും അല്ലട്ടോ ഇതിനർത്ഥം. അവിടെ ഒരു ദലീൽ അലി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു ഫിറാസത്താണത്. അയാളുടെ നടത്തത്തിലെ സ്പീഡും കൈക്കടുപ്പവും കണ്ടപ്പോൾ ഇയാൾ ക്ഷമ കുറഞ്ഞ ആളാണ്, അസ്വസ്ഥതയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ഇങ്ങനെ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു മനുഷ്യൻ്റെ കയ്യെഴുത്ത് കണ്ടാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുന്ന. ഭംഗിയുള്ള എഴുത്താണെങ്കിൽ നല്ല സ്വഭാവം, അങ്ങനെയൊന്നും അർത്ഥമല്ല. മോശപ്പെട്ട എഴുത്താണെങ്കിൽ നല്ല സ്വഭാവക്കാരനാണെന്ന് അർത്ഥം വരും. അത് ആ കയ്യെഴുത്തിനെ നോക്കിയിട്ടൊരു ഒരു ഫിറാസത്തുണ്ട് എന്നതുപോലെ ബിഹേവിയറൽ സയൻസ്. ചില ആളുകളുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും കണ്ടാൽ പെട്ടെന്ന് ക്ലിക്കാവും, ആ മനുഷ്യനിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീയല്ലയോ ഇയാളെ കൊന്നത്? ഫലിഅയ്യി ശൈഇൻ ഖതൽത, എന്തിനാ നീ ഇയാളെ കൊന്നത്? സഅറുൻ ബൈനന, ഞാനും അയാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന് പ്രതികാരം ചെയ്തതാ. അപ്പോൾ മറ്റേ ആളെ വിളിച്ചുകൊണ്ടുവന്നു. ഇവിടെ കൈയോടെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, കയ്യിൽ കത്തിയും കൈകളിൽ ചോരപ്പാടുള്ള മനുഷ്യൻ. അയാൾ ചോദിച്ചു, അലി തങ്ങൾ, അലിയാർ തങ്ങളുടെ ദക്കാ നോക്കണം, ബുദ്ധിശക്തി നോക്കണം. അലിയാർ തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യ, നിങ്ങളാണോ ശരിക്കും ഇയാളെ കൊന്നത്? അല്ല അലിയാർ തങ്ങളെ, ഞാനല്ല, ഞാനൊരു അറവുകാരനാ, ഞാനൊരു കശാപ്പുകാരനാണ്. ഞാനൊരു കന്നിനെ അറുത്തിട്ട് അതിനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, കയ്യിൽ ചോരപ്പാടുണ്ട്. ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടിയിട്ട് ഓടിച്ചെന്ന് പൊന്തക്കാടിൽ മൂത്രമൊഴിക്കുമ്പോഴാണ് പോലീസുകാർ എന്നെ പിടിച്ച് പൊക്കണത്. എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഇയാളിവിടെ മരിച്ചു കിടക്കും ചെയ്യുക. പിന്നെ ഞാനവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവ് എനിക്കെതിരല്ലേ, അവരെന്നെ പിടിക്കുന്നു ഉറപ്പാ. അങ്ങനെ ഞാനങ്ങനെ സമ്മതിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാരണം എങ്ങനെ ഞാനല്ല എന്ന് പറഞ്ഞാൽ മിനിമം അടിയെങ്കിലും കിട്ടും. പിന്നെ ഞാനാണെന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എന്തായാലും എൻ്റെ കയ്യിൽ കത്തിയാണ്, ഞാൻ അപ്പുറത്തൊരു ആടിനറുത്ത് വരികയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ